ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ്. ചേട്ടൻ ദുബായിൽ പോയപ്പോൾ കൊണ്ടുപോകാൻ മേടിച്ച സാധനങ്ങളുടെ ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ എങ്ങനെ ലിസ്റ്റ് ഇട്ട് റെഡിയാക്കിയാലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ മറന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയത് ട്രോളി ബാഗ് വാങ്ങാനായിരുന്നു. പുറത്തേക്കൊക്കെ പോകുന്നവർ ആദ്യം തന്നെ വാങ്ങുന്നൊരു സാധനമാണ് ഈ ബാഗ്. ഞങ്ങളൊരു 30 കിലോ കൊള്ളുന്ന ഒറ്റ ബാഗായിട്ടാണ് വാങ്ങിയത്. അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ പെട്ടി അങ്ങനെ ഒന്നും എടുക്കുന്നില്ല. പിന്നെ ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു വേറെ 7 കിലോത്തിൻ്റെ. അപ്പോൾ ചേട്ടൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു നീല ബാഗാണ് ഞങ്ങൾ എടുത്തത്. കളർ ചേഞ്ച് ഉണ്ടായിരുന്നു. ഗ്രീനാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് കേട്ടോ. പിന്നെ ഒരു സൈഡ് ബാഗും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കട വരുന്നത് ചാലക്കുടിയിൽ വർഗീസേട്ടൻ്റെ കട എന്നാണ് ഈ കടയുടെ പേര്. അവരുടെ തന്നെ ഓൺ പ്രൊഡക്റ്റുകളും ഉണ്ട്, മറ്റ് ബ്രാൻഡുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ബാഗ് വാങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ ഡ്രസ്സ് എടുക്കാനായിട്ട് തൃശ്ശൂർ കല്യാൺ സിൽക്സിലേക്കാണ് പോയത്. അവിടെ ഇപ്പോൾ കോംബോ സെയിൽ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒരു റേറ്റിന് തന്നെ 3 വെച്ച് എടുക്കാവുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് അവിടെ നിന്ന് ഡ്രസ്സുകൾ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ദുബായിൽ കുറച്ച് തണുപ്പുള്ള സമയമായതുകൊണ്ട് സ്വെറ്റർ പോലത്തെ അല്ലെങ്കിൽ കട്ടിയുള്ള ബനിയനുകൾ കൂടുതൽ വാങ്ങണമെന്ന് കരുതി. പിന്നെ ചേട്ടൻ അങ്ങനെ ഒരുപാട് കട്ടിയുള്ള തൊട്ടിനെടുക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ക്യാഷ്വലായിട്ട് ഇടാൻ പറ്റുന്ന വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നീല ബനിയൻ ഞാനാണ് കേട്ടോ സെലക്ട് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹുഡീസ്. പിന്നെ പച്ച നീലയാകുമ്പോൾ പ്രത്യേകിച്ചൊരു ഭംഗിയും കൂടിയാണ്. അങ്ങനെ ജീൻസും ബനിയനൊക്കെ എടുത്തു. ഇനി ഷർട്ട് സെലക്ട് ചെയ്യാനായിട്ട് ഷർട്ടിൻ്റെ ഫ്ലോറിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരുന്നൊരു പയ്യനുണ്ടായിരുന്നു കേട്ടോ. അവൻ വേറൊരു കസ്റ്റമർ ആക്കാൻ വേണ്ടി താഴെ പോയിട്ട് വരുന്നത്. അപ്പോൾ അതാണ് ഈ ചേട്ടനീ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഷർട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതായിരുന്നു. പക്ഷേ ചേട്ടനത് സൈസ് കറക്റ്റ് ആയില്ല. അതുകൊണ്ട് ഞങ്ങൾക്കത് വേറെ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ മീഡിയം ഉണ്ടായിരുന്നുള്ളൂ. മീഡിയം ചേട്ടന് പാകമായില്ല. ഈ ഡ്രസ്സ് എടുക്കാനൊക്കെ കടയിൽ കയറി കഴിഞ്ഞാൽ സമയം പോണത് അറിയില്ല. അങ്ങനെ ഒരു വിധത്തിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം സമയമായിട്ടുണ്ടായിരുന്നു നമുക്ക്. രാവിലെ 10 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നമ്മൾ ഉച്ചയ്ക്ക് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ നിന്നത് കൊണ്ട് 3:30 ആയി ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ. അപ്പോൾ ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത്. പുറത്ത് പോകുമ്പോൾ മിക്കത് ബിരിയാണിയാണ് കഴിക്കാറ്. അപ്പോൾ ഒരു ബീഫ് ബിരിയാണി ഒരു ചിക്കൻ ബിരിയാണിയും പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെ ബീഫ് ബിരിയാണി ബീഫ് എനിക്ക് കഴിക്കാമല്ലോ. ചേട്ടൻ ഞാൻ ചിക്കൻ മേടിച്ച് കഴിക്കാറില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ രണ്ടും കിട്ടും. അങ്ങനെ ഷോപ്പിങ്ങിൻ്റെ 2ാമത്തെ ദിവസം ഞങ്ങൾ നേരെ ചാലക്കുടി കല്യാണിക്കാണ് പോയത്. ഈ കല്യാണിൽ പോകുന്നത് കോംബോ സെയിലുള്ളതുകൊണ്ടാണ് കേട്ടോ. ഒരുപാട് പേരോട് ചോദിക്കാറുണ്ട് കല്യാണിൽ നിന്ന് മാത്രമേ ഡ്രസ്സ് എടുക്കുള്ളൂ എന്ന്. അപ്പോൾ ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് നേരെ പോയത് രേഷ്മ അവിടെ ഉണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ മെയിനായിട്ട് എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടന് ഡെയിലി വെയറിന് ഈ റൂമിലുള്ളപ്പോൾ ഇടാൻ വേണ്ട ട്രൗസർ, ട്രാക്ക് സ്യൂട്ട്, ചെറിയ ഷോർട്ട്സുകൾ അങ്ങനത്തെ സംഭവങ്ങൾ വാങ്ങാനാണ് ഇവിടേക്ക് പോയത്. പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും ഇന്നലെ തൃശ്ശൂർ പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ പറഞ്ഞത് ലിസ്റ്റ് എങ്ങനെ ഇട്ടാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ മറന്നു പോകും. അങ്ങനെ ബെഡ്ഷീറ്റ്, ടവൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് സാരി ഫ്ലോറിലേക്ക് പോയി. വെറുതെ അല്ലാട്ടാ, ശരിക്കും ഞങ്ങൾ കോംബോയിൽ സാരി എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് രേഷ്മേനെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ അവൾ ഓൾറെഡി എടുത്ത് മാറ്റി വെച്ചിരുന്ന 2-3 സാരികളാണ് എനിക്ക് കാണിച്ചത്. ഈ മാമ്പഴ മഞ്ഞ, റെഡ്, മുന്തിരി കളർ, ഇത് 3ആണ് ഞങ്ങൾ എടുത്തത്. എനിക്കും അമ്മൂനും രേഷ്മയും കൂടിയിട്ട് കോംബോ സെയിലിൽ എടുത്താണ്. ഡ്രസ്സുകൾ ഒരുവിധം എല്ലാം എടുത്തു കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി. ഇനി നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും താടി കറുപ്പിക്കാനുള്ളത് എടുക്കാൻ ചേട്ടൻ മറക്കില്ല. വാർദ്ധക്യമായി നിങ്ങൾ സമ്മതിക്കാൻ വയ്യ. ഫാഷൻ ഇത്തിരി കൂടുണ്ട്. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ചീർപ്പ്, നെയിൽ കട്ടർ, കത്രിക, പിന്നെ കുക്കർ, ഫ്രൈ പാൻ, അങ്ങനെ ഫുഡ് വെച്ച് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. കാരണം അവിടെ ചെന്ന് ഒരു 1 മന്ത് കഴിഞ്ഞിട്ടൊക്കെയാണല്ലോ അവർക്ക് സാലറി ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷമല്ലേ അവിടെ ഷോപ്പിങ്ങിന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ തന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കൊടകരയ്ക്ക് പോയി. അവിടെ അമ്മും ചിത്തുചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. പോണതിന് മുമ്പ് അവരെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിയണ്ണനെയും കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരെന്താണ് ഇത്രമാത്രം വർത്താനം പറയണതെന്ന് ഞങ്ങൾ അവിടെ നിന്ന് നിരീക്ഷിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വിശപ്പിൻ്റെ അസുഖം കുറച്ച് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ കയറിയിരുന്ന് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഓർഡർ ചെയ്ത സാധനം വരാൻ നേരം വൈകിയതുകൊണ്ട് ഇവർ എത്തിയിട്ടും ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഞങ്ങൾ 4 പേരും കൂടി ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ അധികം അങ്ങനെ പോകാറില്ലെങ്കിലും എനിക്ക് പഴയ ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അതായത് ഞങ്ങൾ 4 പേരും, അതായത് ഞങ്ങൾ 2 പേരും ഇഷ്ടത്തിലായിരുന്ന സമയത്ത് ഞങ്ങൾ 2ആളെ കാണാൻ വരുമ്പോൾ ചേട്ടന്മാർ 2 പേരും ഒരുമിച്ച് വരാറ്. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കാറുണ്ട്. അന്ന് കൂടുതലും മസാല ദോശയൊക്കെയാണ് കേട്ടോ കഴിച്ചിരുന്നത്. ഇപ്പം പിന്നെ പരിഷ്കാരം കൂടിയതുകൊണ്ട് മന്തിയൊക്കെയാണ് കഴിക്കുന്നത്. ഇതിനു വേണ്ടിയാ ഞാൻ കൂടെ വന്നത്. കണ്ണേട്ടം വാങ്ങി തരുമ്പോഴേ ഇതിനൊരു സ്വാദുള്ളൂ. ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി ഉണ്ട്.
എന്ത് പരിപാടി? ദേ ഈ പരിപാടി ഊണ് കഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കുറേ നേരം വർത്താനം പറഞ്ഞ് എന്തൊക്കെയോ വർത്താനം പറഞ്ഞു വന്നു. പിന്നെ 4 പേരും കൂടി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെവിതല കേൾക്കാത്ത കുറേ കൗണ്ടറുകളും കോമഡികളും ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ മൊത്തത്തിൽ യാത്രയൊക്കെ പറഞ്ഞ് പോന്നു. ഇപ്പം ഇനി വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞ് പോന്നിട്ടുണ്ട്. ഞാനല്ല, ചേട്ടൻ.